ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ അബ്രഹാം. സംസ്ഥാനത്ത് ഇന്ന് 6004 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 5158 പേർ രോഗമുക്തരായി. ഒരു റിപ്പോർട്ട്. എറണാകുളം 998, കോഴിക്കോട് 669, കോട്ടയം 589, കൊല്ലം 528, പത്തനംതിട്ട 448, തൃശൂർ 437, ആലപ്പുഴ 432, മലപ്പുറം 409, തിരുവനന്തപുരം 386, ഇടുക്കി 284, കണ്ണൂർ 259, വയനാട് 248, പാലക്കാട് 225, കാസർഗോഡ് 92 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 26 മരണങ്ങൾ കോവിഡ്-19 ബാധിച്ചാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെ ആകെ മരണം 3373 യുകെയിൽ നിന്നും വന്ന ഒരാൾക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ്-19 സ്ഥിരീകരിച്ചത്. അടുത്തിടെ യുകെയിൽ നിന്ന് വന്ന 56 പേർക്ക് ഇതുവരെ കോവിഡ്-19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. അതിൽ ആകെ 6 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 69,081 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 8.69 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 73 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 5401 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 477 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 53 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 65,373 പേരാണ് രോഗം സ്ഥിരീകരിച്ച് സംസ്ഥാനത്ത് ഇനി ചികിത്സയിലുള്ളത്. കേരളത്തിൽ ഇന്ന് 2 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ കണ്ടെയ്ൻമെന്റ് സോൺ സബ് വാർഡ് 8, 9, കൊല്ലം ജില്ലയിലെ ഉമ്മന്നൂർ 14 എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 11 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ 427 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്ത് ഉള്ളത്. സംസ്ഥാനത്ത് ആദ്യഘട്ട കോവിഡ് കുത്തിവയ്പ്പിനുള്ള 1.34 ലക്ഷം ഡോസ് വാക്സിൻ തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾക്കുള്ള വാക്സിനാണ് ഇന്ന് വൈകിട്ടോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ഇതിൽ 64,020 ഡോസ് തിരുവനന്തപുരം ജില്ലയിൽ വിതരണത്തിനുള്ളതാണ്. ബാക്കിയുള്ളവ മറ്റു ജില്ലകളിലേക്ക് നാളെ രാവിലെ അയക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു. മുംബൈയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിലാണ് 12 പെട്ടികളിലായി വാക്സിൻ എത്തിയത്. തിരുവനന്തപുരം ജില്ലയിൽ 11 കേന്ദ്രങ്ങളിലാണ് 16-ന് വാക്സിൻ വിതരണം നടക്കുകയെന്ന് കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിലേക്കുള്ള കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. സംസ്ഥാനത്ത് ആകെ 4,33,500 ഡോസ് വാക്സിനുകളാണ് എത്തിയത്. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള കോവിഷീൽഡ് വാക്സിനുകൾ വിമാനമാർഗമാണ് തിരുവനന്തപുരം, കൊച്ചി വിമാനത്താവളങ്ങളിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് ആദ്യഘട്ടമായി 133 കേന്ദ്രങ്ങളിലാണ് ശനിയാഴ്ച വാക്സിനേഷൻ നടക്കുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും കോവിഡ് വാക്സിനേഷനായി വിപുലമായ സംവിധാനങ്ങളാണ് സജ്ജമാക്കുന്നത്. കോവിഡ് വാക്സിനേഷനായി ഇതുവരെ 3.68 ലക്ഷത്തിലേറെ പേരാണ് രജിസ്റ്റർ ചെയ്തത്. കോവിഡ് സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ ഏർപ്പെടുത്തിയ ശനിയാഴ്ചകളിലെ അവധി നിർത്തലാക്കാൻ തീരുമാനം. ശനിയാഴ്ചകളിൽ ഇനി സാധാരണ നിലയിൽ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രദർശനം നിർത്തിവച്ചിരുന്ന സംസ്ഥാനത്തെ സിനിമാശാലകൾ തുറന്നു. സെക്കൻഡ് ഷോ ഒഴിവാക്കി പ്രവേശനം പകുതി സീറ്റുകളിൽ മാത്രമായിട്ടാണ് പ്രദർശനം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലിറങ്ങിയ യാത്രക്കാരനിൽ നിന്ന് 974 ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടി. കൂത്തുപറമ്പ് സ്വദേശി നഫ്സീർ അലക്കണ്ടിയാണ് പിടിയിലായത്. ഷാർജയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഇയാളെത്തിയത്. കൊല്ലം ബൈപ്പാസിൽ ടോൾ പിരിവിനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP കേന്ദ്ര ദേശീയപാത റോഡ് ഗതാഗത വകുപ്പ് മന്ത്രിക്കും ദേശീയപാത അതോറിറ്റിക്കും വീണ്ടും കത്ത് നൽകി. ടോൾ പിരിവിന് ഉത്തരവ് നൽകിയതായി കേന്ദ്രമന്ത്രി മറുപടി നൽകിയ സാഹചര്യത്തിലാണ് തീരുമാനം പുനഃപരിശോധിക്കുവാൻ വീണ്ടും നിവേദനം നൽകിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള കരാർ പ്രകാരം ടോൾ പിരിവിന് വ്യക്തമായ വ്യവസ്ഥയുണ്ടെന്നും മന്ത്രി മറുപടിയിൽ അറിയിച്ചിരുന്നു. ദേശീയപാത വികസനത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ അനുവദിച്ച സമയത്തിന് മുൻപേ പൂർത്തിയാക്കി കോഴിക്കോട് ജില്ല. ഏറ്റെടുക്കേണ്ട ഭൂമി, നൽകേണ്ട നഷ്ടപരിഹാര തുക എന്നിവ അടങ്ങുന്ന വിശദമായ റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് ജില്ല സമർപ്പിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് തണലായി കേരള സർക്കാരിന്റെ ആലൈ പദ്ധതിയിലൂടെ വൃത്തിയും സുരക്ഷിതത്വവുമുള്ള വാടക വീടുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. പദ്ധതി തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അടുക്കളയും പൊതുവരാന്തയും പൊതുശുചിമുറിയും ഉൾപ്പെടെ മെച്ചപ്പെട്ട സൌകര്യമുള്ള വാടക കെട്ടിടം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. ലേബർ കമ്മീഷണറേറ്റിന്റെ സോഫ്റ്റ്വെയർ പോർട്ടൽ മുഖേന സംസ്ഥാനത്തെ കെട്ടിട ഉടമകൾക്ക് അവരുടെ കെട്ടിട വിവരങ്ങൾ ഓൺലൈനായി പ്രസിദ്ധപ്പെടുത്താൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്.
തൊഴിലാളികൾക്ക് ഈ പോർട്ടലിൽ പ്രവേശിച്ച് അനുയോജ്യമായ കെട്ടിടങ്ങൾ തെരഞ്ഞെടുക്കാം. നേരത്തെ അതിഥി തൊഴിലാളികൾക്ക് അപ്നാ ഘർ എന്ന പേരിൽ പാലക്കാട്, കഞ്ചിക്കോടും കിനാലൂരിലും താമസ സൌകര്യം ഉറപ്പാക്കിയിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് താമസ സൌകര്യം ഉറപ്പാക്കുന്ന അപ്നാ ഘർ പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുമെന്ന് തൊഴിൽ മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 4 ലക്ഷത്തോളം അതിഥി തൊഴിലാളികളെയാണ് കോവിഡ് കാലത്ത് കേരള സർക്കാർ സ്വന്തം ജനങ്ങളെപ്പോലെ ചേർത്ത് പിടിച്ചത്. നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച ഇവർക്ക് സ്വന്തം വീടുകളിൽ എത്തുന്നതിനുള്ള ഗതാഗത സംവിധാനവും ഭക്ഷണവും ഉൾപ്പെടെ ഉറപ്പാക്കിയിരുന്നു. ശബരിമല മകരവിളക്ക് നാളെ. ഭക്തി നിർഭരമായ മകരവിളക്ക് ദർശനത്തിനായി അയ്യപ്പ സന്നിധിയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു വിനോദ്. കോവിഡ് പശ്ചാത്തലത്തിൽ 5000 പേർക്കാണ് ഇത്തവണ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. മകരവിളക്കിന് മുന്നോടിയായി തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ ശുദ്ധിക്രിയകൾ നടന്നിരുന്നു. ഇന്ന് ഉച്ചപൂജയോടനുബന്ധിച്ച് ബിംബശുദ്ധിക്രിയയും നടന്നു. മകരസംക്രമ പൂജ നാളെ രാവിലെ നടക്കും. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകുന്നേരം ശരംകുത്തിയിലെത്തും. ദേവസ്വം ബോർഡ് നിയോഗിച്ചിട്ടുള്ള ജീവനക്കാർ ശരംകുത്തിയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിച്ച് ആനയിക്കും. പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം നാളെ വൈകിട്ട് അയ്യപ്പ സന്നിധിയിലെത്തും. തിരുവാഭരണ പേടകം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയും അതേ തുടർന്ന് മകരജ്യോതി ദർശനവും നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരള റെയിൽ വികസന കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയ 27 റെയിൽവേ പാലങ്ങളുടെ നിർമ്മാണത്തിന് ഭേദഗതി വരുത്തിയ ധാരണാപത്രം ഒപ്പിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. സർക്കാരും റെയിൽവേയും തമ്മിലാണ് ധാരണാപത്രം. സർക്കാർ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ഓൺലൈൻ വഴി സംഭരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസുമായി ധാരണാപത്രം ഒപ്പിടാനും സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം 2017 ഏപ്രിൽ 1 മുതൽ 5 വർഷത്തേക്ക് പരിഷ്കരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കോവളത്ത് കരകൌശല സാധനങ്ങളുടെ കച്ചവടം നടത്തുന്ന 22 കാശ്മീരി കുടുംബങ്ങൾക്ക് കോവിഡ് മൂലം ഉപജീവനമാർഗം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ 10,000 രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാൻ തീരുമാനിച്ചു. റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് കാർഡ് നൽകാനും തീരുമാനം. ഓൺലൈൻ മാധ്യമങ്ങളുടെ പരസ്യനിരക്ക് പരിഷ്കരിക്കുന്നത് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. ഇടയാറിൽ സ്ഥാപിച്ച മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ആധുനിക മാംസ സംസ്കരണ പ്ലാന്റിലേക്ക് 40 തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിലേക്കുള്ള ജീവനക്കാരുടെയും സന്ദർശകരുടെയും സഞ്ചാരം ക്രമീകരിക്കുന്നതിന് കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ സാങ്കേതിക സഹായത്തോടെ പ്രവേശന നിയന്ത്രണ ഉപാധി കെൽട്രോൺ മുഖേന നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അംഗപരിമിതർക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും നിയന്ത്രണ സംവിധാനം. KMRL സൌജന്യമായാണ് ഈ പദ്ധതിക്ക് സാങ്കേതിക സഹായം നൽകുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിദേശത്തെ ജോലി സ്ഥലത്തേക്ക് മടങ്ങാൻ കഴിയാത്ത പ്രവാസികൾക്കായി പ്രഖ്യാപിച്ച 5000 രൂപയുടെ ധനസഹായം നൽകുന്നതിന് 25 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നോർക്ക റൂട്ട്സിന് അനുവദിക്കാൻ തീരുമാനിച്ചു. നേരത്തെ അനുവദിച്ച 58.5 കോടി രൂപയ്ക്ക് പുറമെയാണ് ഇത്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ സംഭാവന നൽകി. തൊഴിൽ മന്ത്രി ടി.പി. രാമകൃഷ്ണൻ ബോർഡ് ചെയർമാൻ MS കറിയയിൽ നിന്നും 1 കോടി രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങി. കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിൽ സൌത്ത് തൃക്കരിപ്പൂർ വില്ലേജിൽ 33.76 ഭൂമി ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിക്ക് ബോട്ട് ഷെഡ് നിർമ്മാണത്തിന് സൌഹൃദ സൂചകമായി പതിച്ചു നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കിഫ്ബി 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന കാര്യം കേരള സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി TM തോമസ് ഐസക് നിയമസഭയെ അറിയിച്ചു. ഇതിനകം ഏറ്റെടുത്ത 65,000 കോടിയോളം ചെലവ് വരുന്ന പദ്ധതികൾ ഭംഗിയായി നടപ്പാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ചെലവും ബാധ്യതയും കൃത്യമായി കണക്കാക്കിയാണ് കിഫ്ബി പദ്ധതികൾ ഏറ്റെടുക്കുന്നതെന്നും നഷ്ടസാധ്യതയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാറില്ലെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. എന്നാൽ രാജ്യത്തിന് മാതൃകയായ ലൈഫ് മിഷനെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. പദ്ധതിയുമായി മുൻപോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.